ഒരുപക്ഷെ ഈ ഒരു റിവ്യൂ ഇടാൻ പോകുമ്പോൾ എനിക്ക് ആദ്യം കിട്ടാൻ പോകുന്നത് നല്ല നെഗറ്റീവ് കമന്റുകളായിരിക്കും കേട്ടോ. ഓൾറെഡി ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാതൊരുവിധ ഡ്രമാറ്റിക് ട്വിസ്റ്റുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ കിട്ടുന്ന ആ ഒരു ക്ലൈമാക്സ് ഫുള്ളുണ്ടല്ലോ, അത് എവിടെയൊക്കെയോ പടത്തിലൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടത് ഫീൽ ചെയ്തു. ബട്ട് ലാലേട്ടന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്റ്റിൽ ദ പെർഫോമർ, കംപ്ലീറ്റ് പെർഫോമർ തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്ലോ പേസിലാണ് പടം പോകുന്നത്. എങ്ങോട്ടൊന്നുമില്ലാത്ത ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റർവെൽ പഞ്ച് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓക്കെ, സെക്കൻഡ് ഹാഫ് കുറച്ച് രസകരമായിരിക്കും, എങ്ങോട്ടായിരിക്കും കഥ പോകുക എന്നുള്ള എക്സ്പെക്ടേഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനും എവിടെയൊക്കെയോ മീറ്റ് ചെയ്യാണ്ട് വന്നു. ദൃശ്യം 4 ഒരു ടൈലന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ദൃശ്യം 3 ആ ഒരു ഫ്രാഞ്ചൈസി 3 കൂടി തന്നെ നിർത്തുന്നതായിരിക്കും ഒരു കംപ്ലീറ്റ് ഫെയർവെൽ ഈ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാൻ പറ്റുന്നത്. ദൃശ്യം 3 ഒരു മോശം പടമാണെന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി 1ഉം 2ഉം തന്ന ഒരു ഇമ്പാക്ട് എനിക്ക് ദൃശ്യം 3 പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, കുടുംബമൊക്കെ ആയിട്ട് പോയിരുന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക കേട്ടോ. സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.